7/3/2026. സമയം ഇപ്പോൾ 9 മണിയാവാറായി കേട്ടോ. ഞാൻ നിൽക്കുന്നത് തുമ്പ കടപ്പുറത്താണ്, തുമ്പ ആറാട്ടൂഴ് കടപ്പുറത്താണ്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റൊക്കെ തരണം കേട്ടോ. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടത്തിലേ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊരു നെക്ക് കഴിഞ്ഞാൽ എനിക്കൊരു സബ്സ്ക്രൈബറെ കിട്ടും. പിന്നെ വീഡിയോ ഷെയറും ലൈക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് എന്നും ഉണ്ടാവും. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിലേ നവാസുക്കായൊക്കെ ഇവിടെ വന്ന് വല വലിച്ചായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മീരാനിക്കാട വലക്കാരും വല വിട്ടതിൽ 2.5 കുട്ട നെത്തോലി ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ്ട് ശുക്കൂർ മടിക്കാർ വല വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അരമണിക്കൂറിനകത്ത് കയറും. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. നമ്മളാണെങ്കിലേ ഇനിയിപ്പം നവാസുക്കാരുടെയും വലക്കാരുടെയും വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ തൽക്കാലത്തേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ ദിവസം കൊണ്ട് മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ, ഈ തുമ്പയിലുള്ള കുറേ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് മീൻ കിട്ടാത്തതെന്നുള്ളൊരു സംസാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാനിപ്പോൾ തൽക്കാലം ഇന്ന് നവാസക്കാരെയും സംസാരിച്ചു കേട്ടോ. നവാസക്കാരും ടീം നല്ല ടീമുകളാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, വീഡിയോ എടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് അങ്ങോട്ട് പറഞ്ഞു, നവാസക്കാരെ പറഞ്ഞു ഇനി വീഡിയോ എടുക്കില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളായിട്ട് അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അത് കെടുത്താൻ പാടില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട് തുമ്പയിലേ, കുറേ കച്ചവടക്കാരും കുറേ ആൾക്കാരും ഉണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾ വിനയുന്നത്, ഒരാൾ വീഡിയോ എടുത്തെന്നും പറഞ്ഞ് മീൻ കിട്ടാതിരിക്കുന്നതൊക്കെ അന്ധവിശ്വാസമാണ്. അത് എന്നും നമ്മൾ കേൾക്കാൻ നേരം നമുക്കത് വിഷമമാണ്. അതുകൊണ്ട് ഈ തുമ്പയിലുള്ള വീഡിയോ എടുപ്പിനെ മതിയാക്കി. ഇന്നുകൂടെ ഉള്ളൂ, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ തുമ്പയിലോട്ടുള്ള വീഡിയോ എടുപ്പിന് വേണ്ടി തുമ്പയിലോട്ട് വരില്ല. തുമ്പയിൽ വന്നിട്ടുള്ള വീഡിയോ എടുപ്പിനെ മതിയാക്കി കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും കടപ്പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാം. കാരണം ഈ അന്ധവിശ്വാസങ്ങൾ വെച്ച് ജീവിക്കുന്നതിന് മുമ്പിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നവാസക്കായൻ ടീമേ ഇത്രയും ദിവസം കൊണ്ട് വല വിട്ടതൊന്നും കിട്ടുന്നില്ല കേട്ടോ. അത് സത്യത്തിൽ കടലിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ മീനൊക്കെ കിട്ടിയിട്ടുള്ള സമയമാണ്, മീൻ കിട്ടും. അവർക്ക് ഈ പെരുന്നാളിന് മുമ്പേ തന്നെ വല നിറയെ മീൻ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇനി എല്ലാ ദിവസവും നമ്മളെ യൂട്യൂബ് ചാനലിലെ വീഡിയോ വരും കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ മീൻ കിട്ടുമെങ്കിൽ കച്ചവടത്തിന് മീൻ എടുക്കുകയും ചെയ്യാം. ആ രീതിക്ക് ദൂരോട്ടൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രാർത്ഥനയെന്ന് പറയണതേ, ഈ പെരുന്നാളിന് മുമ്പൊക്കെ നവാസക്കാരും നല്ല രീതിയിൽ മീനൊക്കെ പെട്ട് ലക്ഷങ്ങളെ മീൻ പെടണമെന്നാണ് ആഗ്രഹം. കാരണം അവരുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറണം. കുറേ കടങ്ങളൊക്കെ ആയി, വണ്ടിക്കും കടങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അടച്ചത് കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും കേട്ടോ. ഉറപ്പായിട്ടും അടച്ചവരെ കൈ വിടത്തില്ല, മീൻ കൊടുക്കും. നവാസക്ക് ഇപ്പോൾ രണ്ടാമത് വല വിട്ടിട്ടുണ്ട് കേട്ടോ. മീരാനിക്കായും വള്ളയിറക്കി ഇട്ടിട്ടുണ്ട്, നവാസക്കായും വള്ളയിറക്കി വല വിട്ട് വന്നിട്ടുണ്ട്. ശുക്കൂർ മടിക്കാരുടേത് ഇപ്പം വല കയറും, അരമണിക്കൂറിനകത്ത് കയറും. നമുക്ക് എന്ത് വിശേഷവും നോക്കിയിട്ട് മീൻ കിട്ടുമെങ്കിൽ അത് എടുത്തോണ്ടങ്ങ് പോവാം. ഓക്കെ, നമുക്ക് വിശ്വാസമാവാം, പക്ഷെ അന്ധവിശ്വാസം പാടില്ല. കാരണം നമുക്ക് ഈ കടലെന്ന് പറയണത് ഈ ദൈവം തന്ന കടലാണ്. നമുക്ക് ഈ പ്രകൃതി തന്നെ നമുക്കുള്ള വരുമാനത്തിനുള്ള മാർഗങ്ങളും എല്ലാം നമുക്ക് ഈ ദൈവമാണെങ്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന ആൾക്ക് ഏഹ്യതയെ കിട്ടത്തുള്ളൂ. ഒരു ദിവസം നമ്മൾ എത്ര കടം തുള്ളിയാലും നമുക്കതൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഏഹ്യ കാര്യങ്ങൾ ആര് മുടക്കിയാലും കിട്ടും. നമുക്ക് ഒരു ദിവസം എന്ത് കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് പടച്ചവനാണ്. അപ്പോൾ അത് പടച്ചവൻ തരുന്നത് സ്വീകരിക്കുക, നല്ലതായാലും ചീത്തയായാലും. പക്ഷെ അന്ധമായുള്ള വിശ്വാസം ആരും ചെയ്യരുത്. ഇത് കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവിടെ. കുറേ കച്ചവടക്കാർക്ക് ഈ അന്ധമായുള്ള വിശ്വാസം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവക്കാരാണ്. നമ്മളിതിപ്പോൾ സ്ഥിരമായിട്ട് കുറേ ദിവസം കൊണ്ട് കേൾക്കുന്നു, കേട്ട് നമുക്കിനെ ഒരു മടുപ്പുണ്ടാകുന്നു. പിന്നെ മറ്റുള്ളവർക്ക് മറ്റേ നവാസക്കാർക്കൊക്കെ മീൻ കിട്ടാനായിട്ട് നമുക്കത് വിഷമം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് തുമ്പയിലുള്ള വീഡിയോ എടുപ്പൊക്കെ മതിയാക്കി. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ പോയി വീഡിയോ എടുക്കാം. നോക്കാം, നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കാം.
ഷുക്കൂറാക്കടം മടി കയറി കേട്ടാ. വല കയറിയപ്പോഴത്തേക്ക് ഒരു കൂട്ടം നത്തോലിക്കകത്ത് വരും. അതും ചൊറിയായിട്ടാണ് കയറിയത് കേട്ടാ. നുള്ളിപ്പറക്കി എടുത്താൽ ഒരു കൂട്ടം നത്തോലി വരും, അതേ ഉള്ളൂ. ഈ പോരിടത്തെ മാങ്ങ വയ്ക്കണം എന്ന് പറയണം. മാങ്ങയും കപ്പ മാങ്ങയും തേങ്ങയും ഉണ്ടെന്ന് പറയണം. അപ്പോൾ അത് വാങ്ങിച്ചതിന് കച്ചവടം ചെയ്യാം. അത് വാങ്ങിച്ചിട്ട് ഇന്നത്തെ കച്ചവടം അത് ചെയ്യാം. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. മീനെടുക്കാനായിട്ട് മീനൊന്നും കിട്ടണില്ല. നോക്കാം.